ഒരു സ്കൂളിന്റെ ഡിസിപ്ലിനെ താറുമാറാക്കുവാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും കലാപകലുഷിതമായ അന്തരീക്ഷവും, അതുകൂടാതെ ഇനി ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ മുകളിലേക്ക് കുതിര കയറുവാനായി അതിന്റെ ലിസ്റ്റ് എടുക്കുവാൻ കൂടി നിൽക്കുന്ന കുറെ ആളുകളും ഇന്ന് കേരളത്തിൽ തകൃതിയായി ചില കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരോടും ഇവിടുത്തെ സെക്കുലർ മനസ്ഥിതിയുള്ള ചില ആളുകളോടും കൂടി കുറച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇനിയും ഞങ്ങളത് പറയാതിരുന്നാൽ അത് ഞങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്നും ഈ ഹിജാബ് എന്ന വിഷയത്തിലേക്ക് ഒരു നിലപാട് എന്ന പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നത്. എന്നോടുകൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അരുൺ ജോൺ. ഇപ്പോൾ ഈ ഹിജാബ് വിഷയം ഒതുങ്ങി എന്ന് നമ്മൾ കരുതിയിരുന്ന അതേ സമയത്താണ് ഒരു വിഭാഗം, അതിൻ്റെ ഉള്ളിലെ ചില തീവ്രമായ സംഘടനകൾ ഇത് വലിയ തോതിൽ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അവരും അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളിലെ ചില മാധ്യമ പ്രവർത്തകർ അവരും ഇതിനെ ഊതിപ്പെരുപ്പിക്കാനും അതുപോലെ തന്നെ സെൻറ്റ് റീത്ത സ്കൂളിനെയും അവിടുത്തെ ആ ജ്വലിക്കുന്ന ആ സിസ്റ്ററിനെയും അപമാനിക്കാനും ശ്രമിക്കുന്ന ഒരു സമയം, ഒരുപാട് പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ, വാഗ്ധോരണികളടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശരിക്കും നമുക്ക് അതിനെ എങ്ങനെയാണ് കാണുക? ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായി, അതിനെതിരെ പ്രതികരിച്ചു എന്ന് പറയാം. പക്ഷേ ഈ ആസൂത്രിതമായ ഈ ആക്രമണത്തെ അതിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? റോബിൻ, ഇത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തിൽ എങ്ങനെ വിജയിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു സ്റ്റഡി മെറ്റീരിയലാണ് ഇപ്പോൾ ഇവിടെ സെൻറ്റ് റീത്താസിലെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ വിഷയം. ഇതെല്ലാം ഈ 2 ആഴ്ചയായിട്ട് നടന്നതെല്ലാം അവരുടെ കൺമുമ്പിലൂടെ നടന്നതാണ്. അവരുടെ ആദ്യത്തെ ദിവസം ഈ വിഷയം ഉണ്ടായപ്പോഴത്തെ അവരുടെ ചിന്താഗതി എന്തായിരുന്നു? ഇപ്പോൾ ഇന്ന് അവരുടെ ചിന്താഗതി എന്താണ്? അവരുടെ ചിന്താഗതിയിലെ എത്രത്തോളം ഡീവിയേഷൻ, എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയം, അല്ലെങ്കിൽ അവരുടെ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഹിജാബ് വിഷയം തന്നെ നമ്മൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നതൊരു ഭീഷണിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ആദ്യം വന്നത് ഒരു ഭീഷണിയാണ്. ആ സ്കൂളിൽ ഇവർ കാണിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPIക്കാരിലൂടെ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടിയുടെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് SDPIക്കാരാണ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാം. ഈ പോപ്പുലർ ഫ്രണ്ട് എന്താണെന്ന് അറിയാം. ഭാരതം എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നറിയാം. ഈ പോപ്പുലർ ഫ്രണ്ടും SDPI ആയിട്ടുള്ള ബന്ധം NIAയേക്കാൾ കൂടുതൽ ഇവിടെ കേരളത്തിലുള്ളവർക്കറിയാം. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഈ പിതാവ് ആ സ്കൂളിൽ കാണിച്ച, അവിടുന്ന് ലൈവ് സ്ട്രീം ചെയ്ത് അവിടെ നടത്തിയ ചില ഭീഷണികൾ, ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഭീഷണികൾ, അവരുടെ ആ പ്രകടനം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ഭീഷണിയുടെ സ്വരത്തിലൂടെയായിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പലപ്പോഴും ആദ്യം നടക്കാറുള്ളത്. അതൊരു നെഗോസിയേഷൻ്റെ രീതിയിൽ കൂടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്വഭാവങ്ങൾ മാറുകയാണ്. പിന്നെ അവിടെ നടക്കുന്നത് ഒന്ന് അവരുടെ സമുദായത്തിൻ്റെ ഒരു ഏകീകരണമാണ്. അതായത് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇവിടെയുള്ള ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഒരേപോലെ പറഞ്ഞിരുന്നത്, എന്തിന് ഈ സ്കൂളിൽ നിങ്ങൾ കലാപം ഉണ്ടാക്കാൻ പോകുന്നു? നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ നിയമം എന്താണെന്ന് അറിയാമല്ലോ. ഈ സ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3-1 കുട്ടികളും മുസ്ലിം കുട്ടികളാണ്. അവർ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിഫോമാണ്. ആ യൂണിഫോമിൽ ഹിജാബ് അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മത താല്പര്യം അവിടെ പ്രകടിപ്പിക്കണമെങ്കിൽ അത് ആ സ്കൂളിൽ നിന്ന് മാറി നിങ്ങൾക്ക് അവിടെ തന്നെ ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ പൊക്കോളൂ. അതായിരുന്നു പൊതുവെയുള്ള ഒരു നിലപാട്. തട്ടം ഉപയോഗിക്കാൻ പെർമിഷനുള്ള കോൺവെൻറ്റ് സ്കൂളുകൾ തന്നെ അവിടെ സമീപത്തുണ്ട്. അതല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുണ്ട്. ഇവരുടേതായ മറ്റ് SDPY പോലെയുള്ള SNDPയുടെയൊക്കെ ചില സ്കൂളുകളുണ്ട്. അപ്പോൾ അത്തരം സ്കൂളുകളെല്ലാം ഇവിടെ നിൽക്കുന്നു. ഇവർക്ക് ജൂൺ മുതൽ ഇല്ലാത്തൊരു പ്രശ്നം, 4 മാസം കഴിയുമ്പോൾ ഇവർക്ക് ഈ അസുഖം തുടങ്ങുന്നു. ഈ അസുഖം തുടങ്ങുമ്പോൾ ഈ അസുഖത്തിൻ്റെ കാരണം സാധാരണ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വളരെ കൃത്യമായിട്ട് കേരള സമൂഹം ഒരു വിധി എഴുതി കഴിഞ്ഞതാണ്. ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹിജാബ് ഇല്ലാതെ സെൻറ്റ് റീത്താസിൽ പഠിക്കാം. അതല്ല, ഇവർക്ക് മതപരമായ നിർബന്ധം ഉണ്ടെങ്കിൽ ഇവർക്ക് മറ്റേതെങ്കിലും സ്കൂളിൽ പഠിക്കാം. ഇതാണല്ലോ ഇതിൻ്റെ പ്രതിവിധി. പകരം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാണുമ്പോൾ നമുക്ക് കൃത്യം അറിയാൻ പറ്റും. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതികളെ അടക്കം മാറ്റി അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമാക്കി അവിടെ ഒരു ഖിലാഫത്തിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പാത വെട്ടി തുറക്കുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഇത് നടന്നത്. ഇവർ ഈ സംഭവം ഉണ്ടായതിൻ്റെ ശനിയാഴ്ചയും ഞായറാഴ്ചയും മുസ്ലിം വീടുകളിൽ, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ ചെന്ന് തിങ്കളാഴ്ച വരുമ്പോൾ തട്ടുമിട്ടേ വരാവൂ എന്ന് അവരെ നിർബന്ധിക്കുകയുണ്ടായി. അപ്പോൾ അവരതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടന്നിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ആ സിസ്റ്ററിൻ്റെ അവിടെ പോയതാണ്. നമ്മൾ ആ പ്രിൻസിപ്പൽ സിസ്റ്ററെ കണ്ട് സംസാരിച്ചാണ്. അന്ന് നമ്മൾ കാണുമ്പോൾ അവിടെ ഇവിടെയുള്ള
മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും അവിടെയുണ്ട്, അവരുടെ റിപ്പോർട്ടർമാർ അവിടെയുണ്ട്. അവരോടൊക്കെ ആ സിസ്റ്റർ എത്രത്തോളം തന്മയത്തോടും സ്നേഹത്തോടും കൂടിയാണ് സംസാരിച്ചത്. ആ സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഈ കുട്ടിയെ ആ കുട്ടി എന്ന് ഞങ്ങളുടെ സ്കൂളിൽ വന്നപ്പോൾ ഞങ്ങൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി സ്വീകരിച്ചോ, അതേ സ്നേഹത്തിൽ തന്നെ ഈ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത്രയും സ്നേഹത്തോടു കൂടി പറഞ്ഞ ഒരു സിസ്റ്ററിനെ ഇതേ മാധ്യമങ്ങളുടെ ന്യൂസ് ഫ്ലോറിലിരിക്കുന്ന ചില വ്യക്തികൾ പറഞ്ഞത് ആ സിസ്റ്ററിൻ്റെ ഒരു കൊലച്ചിരിയാണെന്ന് പറഞ്ഞത്. ഈ വാക്ക് എത്രത്തോളം ഇവിടുത്തെ മീഡിയകളിൽ അത് കറങ്ങി നടന്നു എന്നുള്ളത് നമുക്കറിയാം. എത്രത്തോളം ഭീകരമായിട്ടാണ് അവരുടെ തന്നെ റിപ്പോർട്ടർ ഈ സിസ്റ്ററിനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റർ എത്രത്തോളം മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചതെന്നറിയാം. ഈ സ്കൂളിൽ തന്നെ ഇത്രയും വർഷങ്ങളായില്ലേ, അവിടെ 1/3 മുസ്ലിം കുട്ടികളല്ലേ പഠിക്കുന്നത്. അവരുടെ പേരൻസിന് ഇത്രയും വർഷമില്ലാത്ത ഒരു പരാതിയാണ് ഈ സിസ്റ്റർ വളരെ ക്രൂരയാണെന്ന്. യാതൊരു വിധത്തിലുള്ള ഒരു പരാതിയും അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് പോലും ഇല്ലാത്തൊരു കാര്യം ഒരു മീഡിയയുടെ ഫ്ലോറിൽ ഇരുന്നിട്ട് പറയണമെങ്കിൽ, സിസ്റ്ററിൻ്റെ ഇത് കൊലച്ചിരിയാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിലേക്ക് അത് മുഴുവൻ വളച്ചൊടിക്കണമെങ്കിൽ ഇവരുടെ ഉള്ളിൽ നിറഞ്ഞെടുക്കുന്നത് മാധ്യമ പ്രവർത്തനമാണോ, അതോ ഇവരുടെ ഉള്ളിലാണോ വർഗീയവാദികൾ ഇരിക്കുന്നത്, ഇവരുടെ ഉള്ളിലാണോ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലാണോ തീവ്രവാദികളുടെ പണം വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്? ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് തക്കിയ. ആ തക്കിയ എത്രത്തോളമാണ് ഈ സമൂഹത്തിൽ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിനെയും സിസ്റ്ററിനെയും അവിടുത്തെ പ്രിൻസിപ്പാളിനെയും കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കത്തക്ക വിധത്തിൽ ആ പിതാവിൻ്റെ വായിൽ നിന്ന് വന്ന തക്കിയ അത് സ്ഥാപിക്കാൻ അതിന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു മീഡിയകളൊക്കെ ഏറ്റുപിടിച്ചിരിക്കുന്നത്? പിതാവ് പറഞ്ഞു, പിതാവിൻ്റെ കുട്ടി പറഞ്ഞു, ആ കുട്ടി പറഞ്ഞാൽ അത് നുണയായിരിക്കില്ല സത്യമായിരിക്കും പറയാൻ മാത്രം ഇവരെന്ത് മാധ്യമ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്? ഈ പ്രശ്നം തുടങ്ങി 10 ദിവസത്തേക്ക് പറയാത്തൊരു വാക്കാണ് അവർ പറയുന്നത്. പ്രിൻസിപ്പാൾ സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുകയാണ് തട്ടമുട്ട കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾ ഭയക്കും എന്ന് സിസ്റ്റർ പറഞ്ഞു എന്ന്. ഇത് എന്തിനാണ് ഇവർ ഈ നുണ പറയുന്നത്? ആ നുണ വെച്ചിട്ട് എത്രത്തോളം കാരിക്കേച്ചറുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു അജണ്ടയോട് കൂടിയിട്ട് തങ്ങളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള തക്കിയ പ്രയോഗങ്ങളുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ക്യാമ്പയിനുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച ഞായറാഴ്ച നടന്ന ക്യാമ്പയിനുകൾ. ആ ക്യാമ്പയിനുകളിൽ വീണ ചില കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ TCക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ അത് 2 ഇടത്തുനിന്നാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞ തക്കിയെന്നാണ് വന്നിരിക്കുന്നത്. 2 ഈ കന്യാസ്ത്രീകളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിച്ച അവരുടെ നരേഷനിൽ നിന്നാണ് 2ാമത്തെ വാക്ക് വന്നിരിക്കുന്നത്. ഒന്ന് ചേർത്ത് പിടിക്കുന്ന, ഏത് കുട്ടീനെയും ചേർത്ത് പിടിക്കുന്ന, ഏത് വിശ്വാസത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്ററിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റ് റീതാസിലെ സിസ്റ്റർ ഏതോ ഒരു ഭീകരവാദിയും മറ്റൊരു സിസ്റ്റർ വളരെ നല്ലതും. ഇതേ വാക്ക് തന്നെയല്ല ഞാൻ ആദ്യത്തിൽ പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഈ കുട്ടി വന്നു, അതേ സ്നേഹത്തിൽ ഞങ്ങൾ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് പറഞ്ഞത് ഏത് സിസ്റ്ററാണ്? സെൻറ്റ് റീതാസിലെ പ്രിൻസിപ്പൾ അല്ലേ? അത് അതേപടി ഉൾട്ടയാക്കി മാറ്റിയിരിക്കുക. 2 ഈ പിതാവ് പറഞ്ഞ തക്കിയ ഏറ്റു പറയുകയാണ്. അത് ഈ മാതാപിതാക്കന്മാർ മാത്രമല്ല, കേരളം മുഴുവൻ ആ പിതാവിൻ്റെ തക്കിയെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3ാം ഘട്ടം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവർ പ്രചരണം തുടങ്ങി. കേരളത്തിൽ ഹിജാബ് ധരിക്കാൻ അനുവാദമില്ലാത്ത സ്കൂളുകളുടെ കണക്കെടുപ്പ്. എന്തിനാണ് ഇവർ ഈ കണക്കെടുപ്പ്? ഇത് വർഗീയതയുടെ അങ്ങേയറ്റത്തേക്കാണ് ഇവർ അടുത്ത ഘട്ടത്തിലേക്ക് ഇവർ കടന്നുകൊണ്ടിരിക്കുന്നത്. ഹിജാബ് അനുവദിക്കാത്ത സ്കൂൾ ഇവിടെ വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. അവർ അങ്ങനെയുണ്ടെങ്കിൽ അത് ആദ്യം കോടതിയിലാണ് പോകേണ്ടത്. കോടതിയിൽ നിന്ന് അവരത് അങ്ങനെ ഒരു വിധി വാങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളുകൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതി വിധി അംഗീകരിക്കണം. അപ്പോൾ അവരെ പോകേണ്ടത് എവിടേക്കാണ്? ഇവർ പോകേണ്ടത് കോടതിയിലേക്ക്, നിയമ സംവിധാനങ്ങളിലേക്കാണ് ഇവർ പോകേണ്ടത്. പകരം ഇവരുടെ സമുദായത്തിൽ വർഗീയതയും തീവ്രവാദവും വളർത്തുന്ന ഒരു പരിപാടി ചെയ്യുന്നത്. അത് കാരണം തന്നെ മാന്യരായിട്ട് നല്ലവരായിട്ട് നിൽക്കുന്ന സാധാരണ ഈ സമൂഹത്തോട് ഇടകലർന്ന് ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു വാക്ക് മറുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റൊരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. തട്ടത്തിൻ മറയത്തെ വർഗീയത ആരുണ്ടാക്കിയത്? ഇന്നേ വരെ അവിടെ ഇല്ലാതിരുന്ന സെൻറ്റ് റീതാസിൽ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്ന യാതൊരു മുസ്ലിം കുട്ടികൾക്കും ഇല്ലാതിരുന്ന തട്ടത്തിൻ മറയത്തെ വർഗീയത ആരുണ്ടാക്കിയത്? ഇവർ തന്നെ ഉണ്ടാക്കിയത്. അതാണ് ഇവർ ചർച്ച ചെയ്യേണ്ടത്. പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ജോൺ, എങ്ങനെയാണ് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി നിന്ന പല സംഘടനകളിലൂടെ വന്ന ചില ആശയങ്ങളെ തക്ക സമയത്ത് അവർ പുറത്തെടുത്തു. അവർക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്, ആ സമയത്ത് അതിനെ പുറത്തെടുത്തു. അപ്പോൾ എല്ലാവരും ചർച്ചയാക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മൈലേജ്, അതിൻ്റെ ഉള്ളിൽ കൂടി സമൂഹത്തിൽ ഛിദ്രിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയെ എന്ന് വെച്ചാൽ ഒരു തീവ്രവാദത്തിൻ്റെ മുഖം, ഒരു തീവ്രവാദത്തിൻ്റെ സ്വഭാവം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും ദർശിക്കാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും തീവ്രവാദത്തിൻ്റെ മുഖത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്.
ഇത് നമുക്കൊരു ഗാസ വിഷയമായിട്ടൊന്ന് വെറുത്തൊന്ന് താരതമ്യം ചെയ്താൽ മതി. അതായത് നമുക്കറിയാം ഗാസയിൽ ഈ പ്രശ്നം ഹമാസ് തീവ്രവാദികൾ ഈ പ്രശ്നം തുടങ്ങിയപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സ്ഥാപിച്ചെന്നുള്ളത്. ആദ്യം ഭീഷണിയായിരുന്നു. ഇതേ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യം ഭീഷണിയായിരുന്നു, രണ്ടാമത് ഇമോഷണൽ ആയിട്ടുള്ള ഈ സ്പർദ്ധ പരത്തലായിരുന്നു. അതാണ് രണ്ടാമത്തെ അവരുദ്ദേശിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് സ്പർദ്ധ പരത്തുക. അങ്ങനെയാണ് ഇവർക്ക് ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും ഈ ഫണ്ട് കിട്ടിയത്. ഈ പറയുന്ന ഗാസയിലെയും പാലസ്തീനിലെയും പിള്ളേർ പാവപ്പെട്ടവരാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് ഫണ്ട് കിട്ടി. ഇതേ സാധനം തന്നെയാണ് പറത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സെൻറ്റ് റീത്താസിലെ സിസ്റ്റർ ഒരു ഭീകര രൂപിയാണ്. അതെ, ബാക്കി എല്ലാവരും വളരെ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹം എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ ശാന്തമാണ്. ലോകത്തിന് എല്ലായ്പ്പോഴും സമാധാനം കൊടുക്കുന്ന, നമുക്കറിയാം ലോകത്തിന് സമാധാനം കൊടുക്കുന്ന ആരാണ്? ഇവരിൽ നിന്നാണ് ഏറ്റവും കൂടുതലധികം തീവ്രവാദികൾ വന്നിരിക്കുന്നത്. അതാണ് ഈ സമാധാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആവട്ടെ. അപ്പോൾ ഈ നമുക്കറിയാം ഈ പറയുന്ന ഈ മറ്റുള്ളവരൊക്കെ കരിവാരി തേച്ച് അവരൊക്കെ ഭീകരാരൂപികളാണ്. ഇത്ര നാൾ ഈ സ്കൂളിന് യാതൊരു ചെയ്തപ്പേരുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന സമാധാനം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ വന്ന് കയറി അവിടെ അസമാധാനം സൃഷ്ടിക്കുകയാണ് ചെയ്യണത്. ഇത് ശ്രദ്ധിക്കണം, ഇവരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെ ഒന്നും ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ വെരുകിന് പോലെ അവസ്ഥ. കാരണം അവിടെ നിന്ന് ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ യൂറോപ്പ് ഇവർ ഈ പറയുന്ന ഗാസ് ഇസ്രായേൽ സാധനത്തിൻ്റെ കൊടി എടുത്ത് നടന്നിട്ട് അവിടെ മൊത്തം ഈ പറയുന്ന ഈ പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നാളും അതുവരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന രാജ്യം ഈ പറയുന്ന ഈ ഫിൻലാൻഡ്, നെതർലൻഡ്, ഈ ഫ്രാൻസ്, ഈ അമേരിക്ക, ഇങ്ങനെ പല രാജ്യങ്ങൾ ഇവരെവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടേക്ക് ഈ തീവ്രവാദത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ കുടപിടിച്ച് പോകുന്നുണ്ടോ അവിടേക്ക് ഇവർക്ക് പ്രശ്നങ്ങളാണ്. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ആര് സൃഷ്ടിക്കുന്നത്? ഇവരാണ് സൃഷ്ടിക്കുന്നത്. ഇത്ര നാളും ദശകങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂള് അവിടെ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ആരെ സൃഷ്ടിക്കുന്നു? എന്നിട്ട് പറയും ബാക്കിയുള്ളവരൊക്കെ വർഗീയത വരുന്നതാണ്, ഇവരൊക്കെ സമാധാനക്കാരാണ്. ലോകത്തിൻ്റെ മൊത്തം ഹിസ്റ്ററി എടുത്ത് നോക്കണമെങ്കിൽ ഈ അസമാധാനം സൃഷ്ടിച്ച ഒരു 50 വർഷത്തിൻ്റെ ഒരു കാലയളവ് നോക്കണമെങ്കിൽ ലോകത്ത് അസമാധാനം സൃഷ്ടിച്ച ഒരു വിവര പട്ടിക എടുത്ത് നോക്കണമെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഭാഗം പറയുന്നത് ഭീഷണിയാണ്. ശരിക്കും സ്കൂളിൽ വന്നു, സ്കൂൾ അതെന്ന് പറഞ്ഞാൽ സ്കൂളിലെ നിയമം അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഒരു CBSE സ്കൂളാണ്, അതിന് നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്, ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കുന്ന ഡ്രസ്സ് കിട്ടുന്നു വന്ന പ്രശ്നം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അപ്പോൾ എന്തവർക്ക് ചെയ്യാൻ പറ്റുക? വലിയ ആളെ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ മനുഷ്യകവചങ്ങളാക്കിയ പോലെ ഇവിടെയും ഈ പറയുന്ന സെൻറ്റ് റീത്താസിൽ ഒരു കുഞ്ഞുകുട്ടിയെ മനുഷ്യ കവചമാക്കിയിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കണം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി. രണ്ടാമത്തെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരെ കാര്യം നടത്താൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു? ഇമോഷണലായിട്ട് ഈ സ്പർദ്ധ പരത്തി. അപ്പോഴാണ് നമ്മൾ ഗാസിലുണ്ടായ അതേ കാര്യം തന്നെ ഇവിടെ പറയാണ്. ഇവരെന്ത് ചെയ്തു? ഈ പറയുന്ന സമൂഹങ്ങളെയൊക്കെ ഇത് സിസ്റ്റർ അങ്ങനെയാണ്, സിസ്റ്റർ ഇങ്ങനെയാണ്, ഇതാണ് സിസ്റ്റർ ഈ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഈ പർദ്ദ ധരിച്ചാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയമാകും എന്നൊക്കെ പറഞ്ഞു. സിസ്റ്റർ അങ്ങനെ പറഞ്ഞതായിട്ട് യാതൊരു റെക്കോർഡിങ്ങോ ഫുട്ടേജസും ഇല്ല. ഈ ഫുട്ടേജും റെക്കോർഡിംഗ് ഇല്ലാതെ ഇവരെങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഹിജാബിൻ്റെ പേരിൽ പല സ്ഥലത്തും തട്ടിട്ട ഈ ആൾക്കാർ, ഈ പറഞ്ഞ ആഫ്രിക്കയിൽ നിന്നുള്ള കുറച്ച് ഈ പറയുന്ന ഇസ്ലാം തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാർ ഈ തട്ടിട്ട് ഈ സൗദി അറേബ്യയിലോ എവിടേക്കോ പോയിട്ട് ഇവരൊക്കെ പോലീസ് പിടിച്ച കാര്യം പറഞ്ഞാൽ പുരുഷന്മാർ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്കറിയുന്ന ഇപ്പോൾ പോർച്ചുഗലിൽ ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ ഈ പറയുന്ന ഈ ബുർക്ക നിക്കാബ് സാധനങ്ങൾ നിരോധിച്ചു. അതിനുള്ള പല സാധനങ്ങളും നിരോധിച്ചു. എന്തുകൊണ്ടാണ്? ഈ പബ്ലിക്കിൽ ഈ പറയുന്ന ഇവരൊക്കെ ഇത് ആരാണ്, ഇത് പുരുഷനാണോ സ്ത്രീയാണെന്നോ യാതൊർക്കും മനസ്സിലാവുന്നില്ല. ഈ സേഫ്റ്റി കൺസേൺസിന്റെ പേരിലാണ് പല രാജ്യങ്ങളും ഈ പറയുന്ന ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ പറയുന്ന ബുർക്ക ഇതുപോലെയുള്ള നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു നിയമം ഇവർക്ക് ഉണ്ടെന്ന് ഇവർക്ക് അറിയാം. അപ്പോൾ സ്കൂളിൽ വന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ അടവാണ് ഈ പറയുന്ന മാധ്യമങ്ങളെ ഇവർ വശീകരിക്കുക, ഈ പറയുന്ന വിലക്കെടുത്തിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളെ നുണ പ്രചരിപ്പിക്കുക. അറിയാം ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണല്ലോ ഈ പറയുന്ന ലോകത്തിലെ മുഖ്യധാര തീവ്രവാദി മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മുഖ്യധാര ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. മാധ്യമങ്ങളെ, അതായത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ലോകത്തിലേക്ക് നുണ പരത്താൻ പറ്റുന്നൊരു വസ്തുതയാണ് മാധ്യമം. അപ്പോൾ പല മാധ്യമങ്ങളും പലപ്പോഴും നേരായി തന്നെ പോകുന്ന പല മാധ്യമങ്ങളും ഇവരുടെ ഫണ്ടിങ് മൂലമൊക്കെ ഈ എന്താ പറയുക വശീകരിക്കപ്പെട്ട് ഈ പറയുന്ന അവരുടെ സനാതന ധർമ്മം വെടിഞ്ഞ് ഇവരുടെ ഈ പറയുന്ന നുണങ്ങൾക്ക് കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂട്ടുപിടിക്കുമ്പോൾ സംഭവിക്കുന്നു, ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന നുണയാണ് അവർ വിശ്വസിക്കുക, നുണയാണ് സത്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കും. അപ്പോൾ ആരാണ് കുറ്റക്കാർ വരുന്നത്? സിസ്റ്ററാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന യാതൊരു പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർ കുറ്റക്കാരായിട്ട് വരും. ഇവരുടെ അജണ്ട ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഗാസയുടെ പ്രശ്നം ഞാൻ അവിടെ പറയാൻ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ലോകത്തിലേക്ക് ഈ പറയുന്ന ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർ കൊടി ഉയർത്തി പാലസ്തീൻ, വെള്ളക്കാർ ഉൾപ്പെടെ പാലസ്തീൻ കൊടി ഉയർത്തി വരാൻ കാരണം എന്തായിരുന്നു? ഈ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കപ്പെട്ട ഭീകരമായ നുണകളായിരുന്നു. ഈ നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ, അതായത് സത്യത്തിൻ്റെ വെളിച്ചം
ലക്ഷ്യം അല്ലെങ്കിൽ സത്യം ലോകത്തിലേക്ക് വരുന്നതിനേക്ക് മുമ്പ് നുണ 2 പ്രാവശ്യം അവിടെ പോയിട്ട് അലകോല ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു തരത്തിലൊരു പഴഞ്ചൊല്ല് നമ്മുടെ ഇടയിലൊന്നും തന്നെയുണ്ട്. ഇതാണ് അവസ്ഥ. സത്യ ആൾക്കാർ അറിഞ്ഞു വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ സെക്യുലർ മാധ്യമങ്ങളായിരിക്കും, ഇവർ ഈ ഫണ്ട് കിട്ടുന്നതനുസരിച്ചാണ് ഇവർക്ക് തുള്ളിച്ചാടുന്നത്. അവസാനം ഇവർ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേക്കായിരിക്കും ഇവിടെ ചെന്ന് നമ്മളൊക്കെ ചതിയിൽ പെട്ടുപോയല്ലോ വരുന്നൊരവസ്ഥയിലേക്ക് പോകാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞു, ഭീഷണി, ഇമോഷണലായിട്ടുള്ള സ്പർദ്ധ വരുത്തുക, 3-മത്തെ മാധ്യമങ്ങളെ വിലക്കെടുത്ത, 4-മത്തെയാണ് ഇനി കാണുന്നത് ഈ ഹമാസ് പോലെയുള്ള തീവ്രവാദി സംഘടനകൾ എന്ത് ചെയ്തു, ആയുധമെടുത്തു. അതാണ് നമ്മുടെ നാട്ടിൽ അടുത്ത് കാണാൻ പോകുന്നത്. ഇവർക്കൊന്നും പറ്റിയില്ല, അടുത്തവർ ആയുധെടുക്കും. UN-ൻ്റെയും അതുപോലെയുള്ള പല വെളിപ്പെടുത്തലനുസരിച്ച് കേരളത്തിലടക്കം ധാരാളം ഈ പറയുന്ന ഇസ്ലാമിക് ആക്റ്റീവ് സെൽസ് ഉണ്ടെന്നുള്ളത്, നമ്മളെ പാസീവും ആക്റ്റീവായുള്ള സെൽസ് ഉണ്ടെന്നുള്ളത്. അവരെപ്പോഴാണ് തീവ്രവാദം എടുത്ത് ഈ പറയുന്ന ഈ മുഖമുറൊക്കെ അഴിച്ചു വെച്ച് തോക്കും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പടച്ചക്കറൊക്കെ അണിഞ്ഞു വരാൻ നോക്കി യാതൊരു പിടുത്തമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. അത് 4-മത്തെ മുഖമാണ് ഈ പറയുന്ന അതാണ് ഈ പറയുന്ന ജോസഫ് മാഷിൻ്റെ കൈവിട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നമുക്കറിയില്ല, അതൊരു സംഭവമായിട്ട് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്നു. പക്ഷേ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല എന്നൊക്കെ ആർക്ക് പറയാൻ പറ്റും? പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 4-മത്തെ ഭാഗമാണ് അവർ ആയുധമെടുത്ത് സായുധധാരികളായിട്ട് അവർ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച ആക്രമണത്തിന് വരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അന്റാർട്ടിക്ക, അറ്റ്ലാന്റിക് അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം മഞ്ഞുകട്ടകൾ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ വലിയ ഉയരം കാണില്ല, ചിലതൊക്കെ ജയൻ്റ് ആയിരിക്കും, ചിലതൊക്കെ വളരെ സ്മോളർ പീസസ് ആയിരിക്കാം. പക്ഷേ അതിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പക്ഷേ വലിയ പർവ്വതത്തേക്കാൾ ഉയരത്തിലുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ തീവ്രവാദ മുഖങ്ങൾ. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ അടിയിലേക്ക് ഇറങ്ങി ചേരുമ്പോൾ അവരുടെ ഭീകരമായ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ പ്രവൃത്തികൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് കാണാനുള്ള ദീർഘവീക്ഷണം നമ്മുടെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പല ആൾക്കും ഇല്ല. അതാണ് നമ്മുടെ ഒരു യൂണിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ശരിക്കും ഇപ്പോൾ ഈ നടന്ന വിവാദത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്കൂളിൽ നിന്ന്, ഇതേ സെൻറ് റീത്താസ് സ്കൂളിൽ നിന്ന് തന്നെ 2 കുട്ടികളെ മാറ്റിക്കൊണ്ട് ഈ മറ്റൊരു നമ്മുടെ ക്രിസ്ത്യൻ പേരുള്ള നാമത്തിലുള്ള ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന ഒരു സാഹചര്യം വന്നിട്ട് ചേർത്തു. ആ സ്കൂളിൽ കൊണ്ട് ചേർത്തതിന് ശേഷം ആ ചേർത്തതിനെ പോലും, അപ്പോൾ നമ്മുടെ ആ സ്കൂൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനത്തെ തട്ടത്തിൻ്റെ പ്രശ്നമില്ല, ഞങ്ങൾ ഇവരെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കാണിച്ച കാരുണ്യം പോലും ഇവരുപയോഗിച്ചത് എന്തിനാണ്? ക്രിസ്ത്യാനികൾക്കെതിരെ പബ്ലിസിറ്റി കൊടുക്കാൻ, സിസ്റ്റേഴ്സിനെ താറടിച്ചാണ്. സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഐക്കൺ ഓർക്കുക, നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണാണ് ഒരു സിസ്റ്റർ എന്ന് പറയുന്നത്. ആ സ്കൂളിൽ ഇതേ സിസ്റ്റർമാർ നടത്തുന്ന മറ്റൊരു സ്കൂളിൽ ഈ കുട്ടിയെ സ്വീകരിച്ചപ്പോൾ അതും ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ആക്രമിക്കാനുള്ള ആയുധമാക്കി ഇവരെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഇനിയും ഈ സെൻറ് റീത്താസ് സ്കൂളിൽ അവിടെ നിന്നുള്ള കുട്ടികളെ മാറ്റിക്കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇനിയും പല സ്ഥാപനങ്ങളും ചേർക്കും. ആ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പല സ്ഥാപനങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം ഈ ക്രിസ്ത്യാനിറ്റിയെയും അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള സ്കൂളുകളെയും, ക്രിസ്ത്യാനിറ്റി നടത്തുന്ന സ്കൂളുകളെയും തകർക്കാൻ വേണ്ടി മനഃപൂർവ്വമുള്ള ഒരു പ്രചാരണത്തിനുള്ള ആയുധമായിട്ടാണ് ഇതുപോലും ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. നേരത്തെ PFIയുടെ ഒരു കാര്യം പറഞ്ഞു. PFIയുടെ 2047 ഉള്ള സ്വപ്നത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം ഈ ഹിജാബിൻ്റെ വിഷയം, അതുപോലെ തന്നെ ഇപ്പം നിസ്കാരമുറിയുടെ പ്രശ്നം, PFIയുടെ 2047 ആകുന്ന സമയമാകുമ്പോഴത്തേനുമുള്ള ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സ്കൂളുകളെല്ലാം മറ്റൊരു മദ്രസ പോലെ ആക്കി മാറ്റുക എന്നുള്ള ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗം ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ സ്കൂളുകളെല്ലാം, അതുപോലെ ഇന്ത്യയിലും വളരെ വിജയകരമായി നടത്തുന്ന ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകൾ 2047 ആകുമ്പോഴേക്കും മറ്റൊരു മദ്രസയാക്കി മാറ്റിയാൽ എന്താണ് കുഴപ്പം? അത് തന്നെയാണ് ഈ സംഭവത്തിൽ. ഇപ്പം ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതാവ് പറയുന്ന സാഹചര്യമുണ്ടായി, ഇവിടെയുള്ള ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്ത, തട്ടം ധരിക്കാൻ സമ്മതിക്കാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ എടുക്കുന്നുള്ളത്. ലിസ്റ്റ് ഓൾറെഡി PFI എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി PFI പണ്ട് മുതലേ ഈ ലിസ്റ്റും സാധനം എല്ലാം എടുത്തിട്ടാണ് ഇവിടെ ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഇവിടെ ഈ ആസൂത്രിതമായിട്ട് ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപേ ലിസ്റ്റും എടുത്തിട്ടുണ്ട്, എല്ലാം നടത്തി, എല്ലാ ലിസ്റ്റും അതിൻ്റെ മാപ്പും സകലം എല്ലാം ഇവർ എല്ലാം കൃത്യമാക്കി കയ്യിൽ വെച്ചിട്ടാണ് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പല സ്കൂളുകളും അത് തിരിച്ചറിയുന്നില്ല, നമ്മുടെ പല ആളുകളും അത് തിരിച്ചറിയുന്നില്ല. കാരണം ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ ഈ സെൻറ് റീത്താസ് സ്കൂളിൽ നടന്നത് കറക്റ്റാണ്, അവിടെ തട്ടം ഇടാൻ സമ്മതിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്തു? ഇതുപോലെയുള്ള മറ്റൊരു ഈ സംഘടനയുമായി ബന്ധമുള്ള ഒരാളുടെ മകളെ കൊണ്ടുപോയിട്ട് അവിടെ പഠിക്കാൻ ഏൽപ്പിക്കുന്നു. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാം അനുസരിച്ചോളാം എന്ന് പറയുന്നു. അതിനുശേഷം ഒരു 4 മാസം കഴിയുമ്പോൾ തട്ടമിടാൻ സമ്മതിക്കണം, തട്ടം ഇട്ട് വരുന്നു.
തട്ടമിട്ട് വന്ന് വെച്ചിട്ട് പ്രശ്നമുണ്ടാക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്നുള്ള ഓർക്കുക, നിരോധിച്ച തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വരുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, വലിയ പ്രശ്നമാക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങൾ അവർ വില കൊടുത്ത് വളർത്തുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നു, അത് വലിയ പ്രശ്നമാകുന്നു. സിസ്റ്റർ മോശക്കാരിയാകുന്നു. സിസ്റ്ററെ മോശക്കാരിയാകാൻ പറ്റുന്നതിന് പരമാവധി ഇവർ അവരുടെ എല്ലാം സ്വാധീനം ഉപയോഗിച്ച് മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ആ ആസൂത്രണത്തിൻ്റെ വഴി ആലോചിച്ച് നോക്കുക. കൃത്യമാണ്. തട്ടമിടാത്ത സ്കൂളുകളുടെ, അനുവദിക്കാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് നേരത്തെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സെൻറ് റീത്ത സ്കൂളുണ്ട്. ആ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കി. അത് വളരെ കൃത്യമാണ് ആ ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആളുകൾ തന്നെയാണ് മനസ്സിലാക്കി. ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ, ആ സ്കൂളുകൾ ഈ പിള്ളേരെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റുമ്പോൾ അവരും അല്പം കൂടി ജാഗ്രത കാണിക്കണം. കാരണം ഇങ്ങനെ ഒരു സ്വന്തം ഇത് ഇപ്പം സഭകൾ വ്യത്യാസമുണ്ടെങ്കിലും സ്വന്തം സ്ഥാപനം പോലെയാണല്ലോ ഇതെല്ലാം. അപ്പോൾ അതുപോലുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്തുള്ളവരും ശ്രദ്ധിക്കണം. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇപ്പം നമുക്കറിയാം, മാധ്യമങ്ങളുടെ കാര്യം എടുക്കുക. ഇവിടെയുള്ള പല മാധ്യമങ്ങളും ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത്, സഭയുടെ നെഞ്ചത്ത് ആരാണോ കത്തി കുത്തി ഇറക്കാൻ വിദഗ്ധരായവർ സഭയ്ക്കുള്ളിലുള്ളത് അവരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള മെയിൻ സ്ട്രീം ചാനലുകളുടെ പല മാധ്യമങ്ങളും എടുത്തു, മാധ്യമ പ്രവർത്തകരെടുത്തു, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാരാണ്? ഈ സഭയുടെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവ് ഏൽപ്പിക്കാൻ കഴിയുന്നത് ഏതവനാണോ ഏതവളാണോ അവരെ അവർ ഉയർത്തുള്ളൂ. മറ്റുള്ളവരെ അവർ പ്രൊമോട്ട് ചെയ്യല. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ ചില ആളുകൾ ഒരുപാട് സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർ തന്നെ സ്വയം ആലോചിക്കണം ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് പല സ്കൂളുകളും ചേർക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സ്കൂളുകളെല്ലാം അന്നേരം ഓർത്തിരിക്കണം, സ്വന്തം സമുദായത്തിനും സ്വന്തം സഭയ്ക്കും പാര വെച്ച് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്. നമ്മുടെ സെക്കുലറിസത്തിൻ്റെ ഒരുപാട് ആളുകളുണ്ട്. സെക്കുലറിസം വെച്ച് പുലർത്തുന്ന ആളുകൾ ആലോചിക്കേണ്ട യൂറോപ്പിൻ്റെ അവസ്ഥയാണ്. സെക്കുലറിസത്തിൻ്റെ അങ്ങേ തലയായിരുന്നു, ഇന്ന് കാറി ഒരു വഴിക്കെത്തിയിരിക്കുകയാണ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ആ ഒരു സ്വഭാവം കാരണം. അപ്പോൾ അത് നമ്മുടെ സ്കൂളുകളിലേക്ക് ഈ സാധനങ്ങളെല്ലാം എത്തിക്കണോ എന്നുള്ളത് ജാഗ്രത പാലിക്കുക. സിസ്റ്ററെ വീണ്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സിസ്റ്ററിൻ്റെ ഐക്യനാണ് ഏറ്റവും വലിയ ശരി. കാരണം അവിടെ കയറി വന്ന ഇസ്ലാമിസ്റ്റുകളോട് നിൻ്റെ ഒന്നും സൗകര്യത്തിന് നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഇവിടുത്തെ ഓരോ ക്രൈസ്തവനും ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വലിയ യുദ്ധത്തിൻ്റെ കോപ്പ് കൂട്ടിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാരനും മാധ്യമപ്രവർത്തകരും അതുപോലെ ചില തീവ്രവാദ സംഘടനകളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആ സിസ്റ്റർ പറഞ്ഞ അതേ വാക്കുകളാണ് നിങ്ങളോടെല്ലാവരോടും ഇവിടുത്തെ ഓരോ ക്രിസ്ത്യാനിക്കും പറയാനുള്ളത് എന്നുള്ളത് ഇവരെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. റോബിനെ, ഒക്ടോബർ 7 ലോകത്തിനൊരു ഓർമ്മയാണ്. 2023 ഒക്ടോബർ 7 ലോകത്ത് എന്താണോ സംഭവിച്ചത്, ആ സംഭവിച്ചതിനെ എങ്ങനെയാണ് ഇവർ മാറ്റിയെടുത്തത് എന്നുള്ളത്. ഇതേപോലെ തന്നെ 2025 ഒക്ടോബർ 7 സംഭവിച്ചതും ഇതൊരു കൃത്യമായൊരു ഓർമ്മപ്പെടുത്തലാണ്, കൃത്യമായൊരു ഓർമ്മയാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ ക്രൈസ്തവരെ ഒരു കൂട്ടർ, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെ ക്രൈസ്തവരെ വേട്ടയാടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായൊരു ഓർമ്മയാണ് ഈ ഒക്ടോബർ 7. ഇവർ പറയുന്നതെല്ലാം നുണയാണ്. ഒന്ന്, ആ നുണകൾ മുഴുവൻ മാധ്യമങ്ങൾ വിളമ്പി വിശ്വസിപ്പിക്കുന്നു. അത് 2, ഇതിനുമേൽ അവരുടെ ഭീഷണി. ഇപ്പോൾ റോബിൻ പറഞ്ഞല്ലോ ലിസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞു. ലിസ്റ്റുകളെല്ലാം കയ്യിലുണ്ട്. ആ ലിസ്റ്റ് മാത്രമല്ല, ഹിറ്റ് ലിസ്റ്റും അവരുടെ കയ്യിലുണ്ട്. 950ഓളം പേരുടെ ഹിറ്റ് ലിസ്റ്റ് NIക്ക് കിട്ടി. അതിനപ്പുറത്തേക്ക് എത്ര ലിസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ലിസ്റ്റുകളും ഹിറ്റ് ലിസ്റ്റുകളും ജോൺ സൂചിപ്പിച്ചതുപോലെയുള്ള ആ മഞ്ഞുമലകളുടെ അടിത്തട്ട് കാണാൻ കഴിയാത്ത ക്രൈസ്തവർ, അവരോട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർക്കിതിപ്പോഴും സത്യം എന്താണെന്നും എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവരിപ്പോഴും ഒരു മൂഢസ്വർഗത്തിലാണ്. ഇതേവരെ നേരം വിളിക്കാത്ത ഒരുപാട് ക്രൈസ്തവർ. എന്നാൽ അപ്പുറത്തെ സൈഡിൽ നോക്കുക, ഇവർ ഈ പറയുന്ന വാക്കുകളൊക്കെ തെറ്റുകളാണ്. തട്ടം എന്ന് പറയും, ഹിജാബ് എന്ന് പറയും, മറ്റു വാക്കുകൾ പറയും. ഇവിടെ തട്ടമിട്ടവർ പണ്ടുമുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തട്ടം എന്താണെന്ന് നമുക്കറിയാം, ഹിജാബ് എന്താണെന്നറിയാം, കഴുത്തടക്കം മൂടിപ്പോകുന്ന ഹിജാബ് എന്താണെന്നറിയാം. ഈ ഹിജാബ് വെച്ചിട്ട് സ്കൂളുകളിൽ നടക്കുന്ന റീലുകൾ, ഈ ഹിന്ദു കുട്ടികളുടെ പൊട്ട് മായ്ച്ച് അവർ ഹിജാബ് അണിയിക്കുന്ന റീലുകൾ, അത് കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു അജണ്ടയാണ്. നമുക്ക് ഈ ഗാസയിലെ തന്നെ സംഭവങ്ങൾ നോക്കുമ്പോൾ ഈ ഗാസയിലെ ജനങ്ങൾ, നമ്മൾ വിചാരിക്കും ഗാസയിലെ ജനങ്ങൾ വളരെ പാവങ്ങളാണ്. നമ്മളല്ല, നമുക്കറിയാം. മറ്റുള്ളവർക്ക് വിചാരിക്കും ഈ കൊല്ലപ്പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട പാവം ജനങ്ങളെന്ന് വിചാരിക്കും. ഒന്ന് പിന്നിലേക്കൊന്ന് ചിന്തിച്ചേ, ശരിക്കും ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 2023 മുമ്പ്, ഒക്ടോബർ 7 മുമ്പ് ഈ ഗാസയിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഇടിച്ചു നിരത്തിയിട്ടുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളാണല്ലോ ഇസ്രായേൽ ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിർമ്മിച്ച തുരങ്കങ്ങളുടെ കിലോമീറ്ററും അത് എത്ര ഫണ്ട് വേണം, ആരുടെയൊക്കെ അറിവ് കൂടാതെ അത് ഉണ്ടാക്കാൻ പറ്റും? ഗാസയിലുള്ള ജനങ്ങളല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വേറൊരു ജനത്തിനും അവിടെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ തുരങ്കം ഉണ്ടാക്കിയത് ആരാ?
ഹമാസ് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ തുരങ്കങ്ങൾ മുഴുവൻ ഇവർ നിർമ്മിച്ചത്. അവിടുത്തെ ഈ ബന്ദികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അവർ ഹമാസ് എന്നുള്ള ഗണത്തിലല്ല പെടുത്തുന്നത്, അവിടുത്തെ ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗാസയിലെ ആരോഗ്യ പ്രവർത്തകന് അറിയാം അവൻ ചികിത്സിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാം. ഈ ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം എന്ന് പറയുന്നത് ആരാ? ഹമാസാണ്. ഹമാസ് ഭീകരന്മാരാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം. അവർ കൊടുക്കുന്ന കണക്കുകളാണല്ലോ ഇത്. അപ്പോൾ ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഹമാസ് മാത്രമല്ല ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാം തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അണിയറയിൽ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് ഇതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുങ്ങി, ഇതിനുവേണ്ടി അവരിതെല്ലാം ആഗ്രഹിച്ച്, അതാണ് ഹമാസ് ഒക്ടോബർ 7 നടപ്പാക്കിയത്. അപ്പോൾ ഇതെല്ലാം അറിയുന്നൊരു ജനം, ഈ ആക്രമണങ്ങളെല്ലാം അറിയുന്ന ജനം, ഇതേപോലെ തന്നെ നമ്മൾ പറയുന്നു ഏതാനും പേരാണ്, ഏതാനും വ്യക്തികളാണ് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ ഈ ഹിജാബ് ആയിക്കോട്ടെ, ഇതിനു മുമ്പ് ഹലാല്, ഇവിടെ എത്ര പേർക്കറിയാം ഹലാല് ഒരു അജണ്ടയായിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം? ഒരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേരളമല്ല ഇന്ന്. ഇവരുടെ ഹലാൽ വൽക്കരണം പൂർണ്ണമായിട്ടും നടപ്പാക്കി കഴിഞ്ഞ് ഇവിടെയുള്ള ഓരോ ഹോട്ടലുകളിലും ചെന്ന് അവിടെ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് ഈ ഭക്ഷണം വരുമ്പോൾ ഇത് ഹലാലാണോന്ന് ചോദിച്ച്, ഇത് വലിയൊരു കുടുംബമായിട്ട് ഇവർ വരുന്നത്. അതിനുശേഷം ആ ഭക്ഷണം ഹലാലല്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പൊടി തട്ടി ഇവരെ ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി വന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇവിടുത്തെ ഹോട്ടലുകളിലെല്ലാം ഹലാൽ ബോർഡ് വെപ്പിച്ചത് ആരാണ്? ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർ അറിഞ്ഞുള്ളൂ. ഇത് നടത്തിയത് PFI എന്ന് പറയുമ്പോൾ PFIയിലെ ഏതാനും പേർ മാത്രമാണോ? അല്ല, ഇതിന് പൂർണ്ണമായ സപ്പോർട്ട് ഒരു വിഭാഗത്തിൻ്റെ ഉണ്ടായിരുന്നു. ഒരു മതവിഭാഗത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ഒരു കൂട്ടം ജനങ്ങളുടെ തീവ്ര ചിന്താഗതിയുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അവരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. PFIയുടെ ഫണ്ട് മുഴുവൻ ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഗൾഫിലുള്ളവരെല്ലാവരും PFIക്കാരായിരുന്നോ? അല്ല. ഗൾഫിൽ അധ്വാനിക്കുന്ന, ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന, ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മൾ മാന്യന്മാരെന്ന് ചിന്തിക്കുന്ന എത്ര പേരാണ്? 10,000-ലധികം പേരെ PFIക്ക് വേണ്ടി ഫണ്ട് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ PFIയുടെ അജണ്ട അറിയാതെ ഇവർക്ക് എന്തിനു ഫണ്ട് ചെയ്യണം? ഇവർക്ക് മറ്റ് മുസ്ലിം സംഘടനകളിലെ അവർക്ക് ഫണ്ട് ചെയ്തൂടെ? എന്തുകൊണ്ട് ഇവർ PFIക്ക് ഫണ്ട് ചെയ്തു? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഫണ്ട് ചെയ്തു? കാരണം ഒന്നേ ഉള്ളൂ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ട എന്താണെന്നും അവരെന്താണ് ഇവിടെ നാട്ടിൽ നടപ്പാക്കാൻ പോകുന്നതെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ അത് ഫണ്ട് ചെയ്തു. അപ്പോൾ അപകടമാണ്. ഈ അപകടം അറിഞ്ഞില്ലെങ്കിൽ, ഇനി അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ പ്രോസസ്സ് എൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അത് വരുന്ന സമയമൊന്നും നീട്ടി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ചെങ്കിലും പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രൈസ്തവരും ഇവിടെയുള്ള ഹൈന്ദവരും ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുസ്ലിമുകളും അവർ ഒരുമിച്ച് നിന്ന് ഈ വർഗീയ അജണ്ടയെ തകർത്തില്ലെങ്കിൽ ഇത് താലിബാനിസത്തിലേക്ക് പോകും. തീവ്ര സലഫിസവും വഹാബിസവും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തുകയാണ്. അതിൻ്റെ ഉള്ളിൽപ്പെട്ട് ഇവിടെയുള്ള നല്ലവരായ മുസ്ലിമുകളടക്കം ഞെരുങ്ങി കഴിയുകയാണ്. ഈ ഹിജാബ് വിഷയത്തിലെ ഏറ്റവും വലിയ കള്ളങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന്, ഇവർ പ്രചരിപ്പിച്ചത് സിസ്റ്റർ പർദ്ദ ഈ വെയിൽ ധരിക്കുന്നു, അതുകൊണ്ട് ആ വെയിൽ ധരിച്ച സിസ്റ്റർ ഈ കുട്ടിയോട് പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു പറയുന്നത് അത് ഏറ്റവും വലിയ കള്ളം. കാരണം സിസ്റ്റർ എന്താണ് എന്നുള്ളതും ഈ കുട്ടി എന്താണ് എന്നുള്ളതും അത് അറിയാൻ പാടില്ലാത്ത മണ്ടന്മാരല്ല. അപ്പോൾ അത് ഒന്നാമത്തെ ഏറ്റവും വലിയ കള്ളം. രണ്ടാമത്തെ ഏറ്റവും വലിയ കള്ളം എന്ന് പറയുന്നത് ബൈബിളിൽ കൊറിന്തോസുകാരുടെ ലേഖനത്തിൽ പറയുന്നു, ഈ തലയിൽ ഷാൾ കൊണ്ട് തല മറച്ചിട്ടാണ് സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ വരേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ബൈബിൾ പഠിക്കുന്നവർ പിന്നെ എന്തുകൊണ്ടാണ് ഈ തട്ടത്തെക്കുറിച്ച്, ഹിജാബിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. പക്ഷേ അത് വളരെ വ്യക്തമാണ് ബൈബിളിൽ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കണം. അത് ക്രിസ്ത്യാനികൾ വരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ കൃത്യമായി കുട്ടികളും എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത്തെ ഏറ്റവും വലിയ കള്ളമാണ്, ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളമെന്നാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വലിയ കള്ളമാണ് ആ കുട്ടിയുടെ പിതാവ് അടക്കം പറയുന്നത് എൻ്റെ കുട്ടി ഷാൾ ഇട്ടാണ് വന്നത്, ഷാൾ ഇട്ടാണ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കുട്ടി യഥാർത്ഥത്തിൽ ഈ ഹിജാബാണ് ധരിച്ചത് എന്നുള്ളത് അന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, ഹിജാബാണ് ധരിച്ചത് എന്നുള്ളത്. അത് ഇവർ ഭയങ്കരമായിട്ട് കള്ളങ്ങൾ ഇതിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും നമുക്കറിയാം ചില ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ ഏറ്റവും നിസ്സാരം പറഞ്ഞ ഒരു ഉണക്കമുന്തിരി നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 4-5 സൈസ് തരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഇവർ ഈ ഹിജാബിൻ്റെ കാര്യത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബുർക്കയുണ്ട്, തട്ടമുണ്ട്, പർദ്ദയുണ്ട്, ഹിജാബ്, അങ്ങനെ പല സാധനങ്ങളുണ്ട് ഇതിൽ ധരിക്കുന്ന സാധനങ്ങൾ. ഇതിനെല്ലാം ഇവരിങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവർ പറഞ്ഞു ഒരു ഷാളല്ലേ ഇട്ടുള്ളൂ, ഞങ്ങളുടെ കുട്ടി ഒരു ഷാളല്ലേ ഇട്ടുള്ളൂ. പക്ഷേ ഈ ഷാള് വരുന്ന മോഡൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഈ വസ്ത്രധാരണത്തിൻ്റെ മോഡൽ പണ്ട് ഈ കർണാടകയിൽ നടന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്. അവിടെ പർദ്ദയിട്ടാണ് ആ കുട്ടി വരുന്നത്. ആ കുട്ടിയുടെ വിഷൽ കണ്ട് എല്ലാവർക്കും അറിയാം. എന്നിട്ട്
എന്ന് വെച്ചിട്ട് ആ കലാപം നടത്തി വെച്ചിട്ട്, അത്ര വലിയൊരു കലാപം അവിടെ നടത്തി വെച്ചിട്ട് അവർ ന്യായീകരിക്കുന്നതാണ്. ഒരു ഹിജാബ് ധരിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഹിജാബ് ധരിക്കുന്നത് അവിടെ വിഷൽ കണ്ട് എല്ലാവർക്കും അറിയാം എന്ത് കുട്ടി ധരിച്ചേച്ച് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തേച്ചിട്ട് ഈ ഒരു കള്ളമാണ്, ഇങ്ങനെ ഒരു നരേറ്റീവ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഇത്രയും വസ്ത്രധാരണങ്ങളെ എല്ലാം കൂടെ വളരെ സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ കാലക്രമത്തിൽ കൊണ്ടുവരാനുള്ളതാണ് ഇതെല്ലാം ഈ സ്കൂളുകളിലേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാടിന് ഇപ്പോൾ എത്രത്തോളം മാറ്റം വന്നു എന്നറിയാൻ നമ്മൾ പഴയകാല സിനിമകൾ കണ്ടാൽ മതി. പഴയകാല സിനിമകളിലെ വസ്ത്രധാരണവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ കണ്ടാൽ മതി. എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പർദ്ദ എന്ന് പറയുന്ന അങ്ങനെ ഈ മുഖമെല്ലാം മൂടി ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ആരും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെയായിരുന്നു സമൂഹം. ഒരു കുറച്ച് കാലഘട്ടങ്ങൾ കൊണ്ട് ഇങ്ങ് മാറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എസെൻഷ്യലാണ്, അത് എസെൻഷ്യലാണ് എന്ന് ഒരു വിഭാഗത്തിൽ വന്നു. അതിനുശേഷം അത് മലയാളക്കര മുഴുവനും അംഗീകരിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ന് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി എന്നുള്ളതാണ്. നമ്മുടെ ആളുകൾ പലപ്പോഴും പറയും ഇതൊരു സെക്കുലർ സ്റ്റേറ്റ് ആണ്, ഇതൊരു സെക്കുലർ ആയിട്ടുള്ള സ്ഥലമാണ്. ഓർക്കുക, ഇതൊരു സെക്കുലർ അല്ല. ഇന്ന് നമ്മുടെ നാട് ഇന്ന് സെക്കുലർ അല്ല. തീവ്രവാദികൾ അവരുടെ തീവ്രവാദത്തിന് എവിടെയൊക്കെ ഈ ഏതൊക്കെ മണ്ണുകളിൽ അവരുടെ തീവ്രവാദം വിതച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളോ ആ നാടോ ഒന്നും ഒരിക്കലും സെക്കുലർ അല്ല. പിന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരുപാട് കാലങ്ങളായിട്ട് തീവ്രവാദത്തിന്റെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇനി സെക്കുലറിസത്തെ കുറിച്ച് സംസാരിക്കരുത്. ഇവിടെ സെക്കുലറിസം ഇല്ല, ഇവിടെ തീവ്രവാദമാണ് ഉള്ളത്, ഇവിടെ നടക്കുന്നത് തീവ്രവാദമാണ്. നിങ്ങളുടെ കുട്ടികൾ ഹിജാബ് ധരിച്ച് സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ പേടിക്കുന്നുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് നിങ്ങൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികൾ ഹിജാബ് ധരിച്ച് വരുമ്പോൾ ഇന്ന് സമൂഹം പേടിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി ഒരു ഹിജാബ് ഇട്ട് വന്ന് ഇന്നൊരു സ്കൂളിന്റെ അവസ്ഥ നിങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെ പർദ്ദയിട്ട് യൂറോപ്പിലെ നാടുകളിൽ കൂടി നടക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അവർ പർദ്ദയിട്ട് നിങ്ങളെ കാണുമ്പോൾ അതിനെ കാണുന്നത്, അതിന്റെ അർത്ഥം കാണുന്നത് തീവ്രവാദമായിട്ടാണ്. ആ അർത്ഥം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സെന്റ് റീത്ത സ്കൂളിനെയും അവിടുത്തെ സിസ്റ്ററെയും പരിഹസിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഇവിടെ സിസ്റ്ററിനെയും സ്കൂളിനെയും അപമാനിച്ച മാധ്യമങ്ങൾക്ക് അവിടെയും ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ. അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും വാർത്ത വായിക്കുന്നുണ്ടല്ലോ. എത്ര ആളുകളെ, ആഗ്രഹമുണ്ടെങ്കിൽ പോലും എത്ര ആളുകളെ നിങ്ങൾ ഹിജാബ് ഇട്ട് അവിടെ വാർത്ത വായിക്കാൻ അനുവദിച്ചിട്ടുണ്ട്? ആഗ്രഹമുള്ള എത്ര പേരുടെ ഹിജാബ് നിങ്ങൾ അഴിച്ച് വെപ്പിച്ചിട്ടുണ്ട്? അപ്പോൾ അതിന് ഉത്തരം നൽകിയിട്ട് വേണം നിങ്ങൾ ഈ സെന്റ് റീത്ത സ്കൂളിലെ ആ ഹിജാബിനെ കുറിച്ച് ഇനിയും ചർച്ചകൾ നടത്താൻ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളുടെ ആ ഒരു രീതിയിൽ ഇവിടെ ഉണ്ടാക്കിയ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, പി സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂള്. ആ സ്കൂളിൽ എത്രത്തോളം വർഗീയപരമായ പഠനങ്ങളായിരുന്നു നടത്തിയത് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ പഠിപ്പിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന എത്ര ആളുകൾ ഐസിസിന് വേണ്ടിയിട്ട് സിറിയയിൽ ആട് മേയ്ക്കാൻ പോയി എന്നുള്ളതും ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് മുകളിൽ ഇനിയും കുതിര കയറാതിരിക്കുക. അതുകൊണ്ട് ഇവിടെയുള്ള സമൂഹങ്ങൾ കൃത്യമായി ഈ തീവ്രവാദ അജണ്ടകൾ, ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള തീവ്രവാദ അജണ്ടകളെ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് നിലപാട് എന്ന പ്രോഗ്രാം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.